ഞാനൊക്കെ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയ കാലത്ത് ലോസ് അടിച്ച് പണ്ടാരടങ്ങി പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനം പോലെ ലോസ് കണ്ട് അത്തപ്പതിച്ചൊരു വ്യക്തിയാണ് ട്രേഡർ. ലോസ് വന്നിട്ട് അവൻ പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു രീതിയിലും നിങ്ങൾക്ക് അവനെ തോപ്പിക്കാൻ കഴിയില്ല. കാരണം അത്രയ്ക്ക് പവർഫുൾ ആണ് ഒരു ട്രേഡറിന്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഒരു ട്രേഡ് എടുക്കുമ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും ഒരു ട്രേഡർ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവന്റെ സ്ട്രാറ്റജിക്കലി ഉള്ള കാര്യങ്ങൾ, അവന്റെ ഇമോഷണലി ഉള്ള കാര്യങ്ങൾ, അവൻ പല ലോസിലേക്ക് വരുമ്പോൾ പാനിക് സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്, അതുപോലെ തന്നെ ഗ്രീഡ് വരുമ്പോൾ ആ ഗ്രീഡിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഇത്രത്തോളം സ്ക്രൂട്ടിൻ ചെയ്തിട്ടാണ് ഓരോ ട്രേഡിലും ട്രേഡ് എൻ്റർ ആവുന്നുണ്ടാവുക. പിന്നെ എത്ര ലോസുകൾ നിങ്ങൾ ഉള്ളിൽ പുറത്ത് വിങ്ങലായിട്ട് നിങ്ങൾക്ക് കിടക്കുന്നുണ്ട്, എത്ര ലോസുകൾ നിങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ സ്റ്റിൽ കിടക്കുന്നുണ്ട്. കാരണം അത് പുറത്തൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് എങ്ങനെ എടുക്കുന്നു പോലും അറിയാത്ത ആളുകളാണ് ട്രേഡേഴ്സ്. ഇതൊന്നും നമുക്ക് ഒരാളോട് ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ഒരു ലോസുകളെല്ലാം നമ്മുടെ ഉള്ളിൽ വിങ്ങലായി കിടക്കുന്നുണ്ടാവും. ഒരു ഡേ എങ്കിൽ ഒരു ഡേ നമ്മൾ തിരിച്ചു വരുന്നുള്ള ആ ഒരു ഒറ്റ പ്രതീക്ഷന്റെ പുറത്താണ് ഓരോ ട്രേഡേഴ്സും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ.